നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബൂണ്ടസ് ലീഗയിൽ നടന്ന മത്സരത്തിൽ ഒരു അട്ടിമറി തോൽവി വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 2-3 ഗോളുകൾക്കായിരുന്നു എതിരാളികളായ ബോക്കും അവരെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകൾ ബയേൺ വഴങ്ങിയിരുന്നു. മാത്രമല്ല സൂപ്പർ താരം ഡയോട്ട് ഉപമക്കാനോ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയതും ഈ മത്സരത്തിൽ ബയേണിന് വലിയ തിരിച്ചടി ഏൽപ്പിക്കുകയായിരുന്നു. സൂപ്പർ താരം ഹാരി കെയ്ൻ മത്സരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മത്സരത്തിന്റെ തുടക്കത്തിലൊക്കെ വലിയ രൂപത്തിലുള്ള സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഹാരി കെയ്ൻ ഒരു ഗോൾ നേടിയിരുന്നു. എന്നിരുന്നാലും ബയേണിനെ തോൽവിയിൽ നിന്നും രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ആ ഒരു ഗോൾ മതിയാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടെ ഒരു റെക്കോർഡ് ഇപ്പോൾ ഹാരി കെയ്ൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ജർമ്മൻ ലീഗിൽ ഇപ്പോൾ 25 ഗോളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 22 മത്സരങ്ങളിൽ നിന്നാണ് 25 ഗോളുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ബൂണ്ടസ് ലീഗ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 25 ഗോളുകൾ പൂർത്തിയാക്കുന്ന താരം എന്ന റെക്കോർഡ് ഹാരി കെയ്ൻ സ്വന്തമാക്കിയിട്ടുണ്ട്. മറികടന്നിട്ടുള്ളത് ഏർലിംഗ് ഹാലൻഡിനെയാണ്. അദ്ദേഹം ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് വേണ്ടി ബൂണ്ടസ് ലീഗയിൽ 25 മത്സരങ്ങളിൽ നിന്നായിരുന്നു 25 ഗോളുകൾ നേടിയിരുന്നത്. അത് 22 മത്സരങ്ങളിൽ തന്നെ ഇപ്പോൾ ഹാരി കെയ്ൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു റെക്കോർഡ് നേട്ടത്തിനിടയിലും അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും ബയേൺ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് തൊട്ടു മുന്നേ നടന്ന 2 മത്സരങ്ങളിൽ ഗോളുകൾ ഒന്നും നേടാൻ ഹാരി കെയ്ന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പേരിലൊക്കെ വലിയ വിമർശനങ്ങൾ ഈ ഒരു സൂപ്പർ താരത്തിന് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.